എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കാളിയമർദ്ദനമാണ്. കാളിയമർദ്ദനത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ കാളിയൻ ആരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ വന്നു അതുകൂടി മനസ്സിലാക്കേണ്ടത്. ഇതിനെപ്പറ്റി എൻ്റെ മഹാഭാരത പ്രഭാഷണത്തിൽ ഇതേ യൂട്യൂബ് ചാനലിൽ ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ യൂട്യൂബ് ചാനലിൽ പോയി ലിങ്ക് ചെയ്ത് ആ ലിങ്കിനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിൽ കൂടി വളരെ ചെറിയ തോതിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ദക്ഷ പ്രജാപതിയുടെ 13 പുത്രിമാരെ കശ്യപ പ്രജാപതി വിവാഹം ചെയ്തു. അതിൽ 2 പേരുടെ പേരാണ്, ഒന്ന് വിനീത, രണ്ടാമത് കദ്രു. ഇദ്ദേഹം വാനപ്രസ്ഥത്തിന് പോകുമ്പോൾ, അതായത് തപസ്സിന് പോകുമ്പോൾ, ഇവരുടെ തന്നെ ഭാര്യമാരുടെ തന്നെ ആവശ്യപ്രകാരം കദ്രുവിന് സർപ്പങ്ങളെ കുട്ടികളായും വിനീതയ്ക്ക് ഗരുഡനും സൂര്യൻ്റെ തേരാളിയുമായ വരുണനെയും നൽകി. അതായത് കദ്രുവിന് പാമ്പുകളെയും സന്താനങ്ങളായും ഇവർക്ക് ഗരുഡനെയും വരുണനെയും ആയി തന്നു. കാലക്രമത്തിൽ എന്തു സംഭവിച്ചു ചോദിച്ചാൽ, നിർഭാഗ്യവശാൽ ഈ 2 സഹോദരിമാരും, അതായത് കദ്രുവും വിനീതയും, ഒരു പന്തയത്തിൻ്റെ പേരിൽ കദ്രുവിൻ്റെ അടിമയായിത്തീർന്നു വിനീത, അതായത് ഗരുഡൻ്റെ അമ്മ. അങ്ങനെ ഇവർ തമ്മിൽ ബദ്ധശത്രുക്കളായിത്തീർന്നു. അതിൻ്റെ ഫലമായി എന്ത് ചെയ്തത്, ഗരുഡൻ എപ്പോഴും ഈ സർപ്പങ്ങളെ, പാമ്പുകളെ ഉപദ്രവിക്കാനും ഒന്നും തിന്നും തുടങ്ങി. രമണ ദ്വീപിലായിരുന്നു ഇവരുടെ താമസം. അപ്പോൾ ദിവസവും ഇങ്ങനെ ചെയ്ത് ഈ ഗരുഡൻ്റെ ഉപദ്രവം സഹിക്കാതായപ്പോൾ ഇവരെല്ലാവരും കൂടി, ഗരുഡനും ഇവർ 2 പേരും കൂടി ഒരു സന്ധിയിലെത്തി. എന്താ വെച്ചാൽ, ദിവസവും ഓരോ സർപ്പങ്ങളെ ഗരുഡന് നൽകും. അതായത് ഗരുഡൻ ഇനി വന്ന് ദിവസവും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല, എല്ലാ സർപ്പങ്ങളെയും ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. ദിവസവും ഓരോ സർപ്പങ്ങളെ തന്നുകൊള്ളാം, ഓരോ പാമ്പുകളെ തന്നുകൊള്ളാം. സർപ്പങ്ങളെന്ന് മാത്രമല്ല, പാമ്പുകൾ 2 പെണ്ണുങ്ങളോ എന്നുള്ള ഒരു സന്ധിയിൽ എത്തിച്ചേർന്നു. ഗരുഡൻ അതിന് സമ്മതിച്ചു. അങ്ങനെ കുറേ കാലം നീണ്ടു പോയി. പിന്നീടും അവർക്ക് ഇതും സഹിക്കാനും വയ്യ, ഇങ്ങനെയും പാടില്ല എന്ന് രണ്ടാമതും ഒരു സന്ധി ചെയ്തു. അതിൻ പ്രകാരം എന്ത് ചോദിച്ചാൽ, എല്ലാ പൗർണമിക്കും ഭൂമിയിൽ മനുഷ്യർ നൽകുന്ന സർപ്പയജ്ഞത്തിന് നൽകുന്ന അവശിഷ്ടങ്ങൾ ഗരുഡന് കൊടുക്കുക. അതും ഗരുഡൻ സമ്മതിച്ചു. അതും കുറേ കാലം അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഇതെല്ലാം കൂടി ആയ സമയത്ത് ഈ കാളിയന് ഭയങ്കര ദേഷ്യം വന്നു. എത്ര കാലമാണ് നമ്മൾ ഇവരെ പേടിച്ചിരിക്കുക, ഇതിനൊരു അവസാനം വേണ്ടേ, ഇനി മുതൽ ഗരുഡന് ഒന്നും കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തി. ഈ വിവരം ഗരുഡൻ അറിഞ്ഞു. ഉടനെ പറഞ്ഞു വന്നു, ഈ കാളിയനെ കൊത്തി ചെറുകൊണ്ട് അടിച്ച് ഇങ്ങനെ ദ്രോഹിച്ച് എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാക്കി തീർന്ന് പറഞ്ഞു, ഇനിമേൽ നിന്നെ എൻ്റെ കണ്ണിൽ കണ്ടാൽ ഞാൻ നിന്നെ വധിക്കും എന്ന് പറഞ്ഞു പോയി. 2 പേരും സഹോദരന്മാരാണ് കേട്ടോ. സഹോദരന്മാരെ പറഞ്ഞ സഹോദരിമാരുടെ പുത്രങ്ങൾ എന്ന് പോയി. കാളിയന് വളരെ ക്ഷീണമായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയായി. നിരങ്ങി പോയി ആ യമുനാ നദിയുടെ തീരത്ത് പോയി കിടന്നു. അപ്പോൾ ഇനി എവിടെ പോയാലും ഇയാൾ നമ്മളെ കൊല്ലുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒന്ന് ഓർമ്മ വന്നു, കാളിന്ദി നദിയിൽ അഭയം പ്രാപിക്കുക, അവിടെ ഗരുഡൻ വരില്ല
എന്ന് മനസ്സിലായി. അതെന്താ അവിടെ ഗരുഡൻ വരില്ല എന്ന് പറയാൻ കാരണം? അതിനും കാരണമുണ്ട്. പണ്ട് ഈ നദിയിൽ തന്നെ സൗരഭി എന്ന ഒരു മഹർഷി വനത്തിലും മറ്റ് പ്രദേശങ്ങളും വിജന പ്രദേശങ്ങളിലും തപസ്, മഹാവിഷ്ണു ഭക്തനാണ് കേട്ടോ, ഭയങ്കരമായ മഹാവിഷ്ണു ഭക്തനാണ് അദ്ദേഹം. എവിടെയും തപസ് ചെയ്തല്ല, മനഃശാന്തി, ഏകാഗ്രത, മനഃശാന്തി പറയുന്നത് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഏകാഗ്രത കിട്ടുന്നില്ല. വിഷ്ണുവിൽ നിന്ന് ചിന്തിക്കാനുള്ള ഇത് കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് പോകുന്നു എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഈ നദിയിൽ, യമുനാ നദിയിൽ തന്നെ തൻ്റെ തപശക്തി കൊണ്ട് കുറേ ജലങ്ങളെ മാറ്റി അവിടെ ഇരുന്ന് 12 വർഷം തപസ് ചെയ്തു സൗരഭി മഹർഷി. ഈ 12 വർഷം തപസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം തപസ്സെല്ലാം നിർത്തിയിട്ട് അദ്ദേഹം നദിയിൽ സന്ധ്യാവന്ദനം കഴിക്കുകയായിരുന്നു. അപ്പം ഈ നദിയിൽ ഒരേ ഒരു മരം മാത്രം പച്ചയായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്ത്, നദിയുടെ നടുവിലല്ല, ആ പ്രദേശത്ത് പച്ചയായി നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കരിഞ്ഞ് നാശമായി പോയിരുന്നു. അതിൻ്റെ കാരണം പറയാം. അപ്പോൾ സൗരഭി മഹർഷി സന്ധ്യാവന്ദനം കഴിക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർഘ്യം എന്ന് വെച്ചാൽ കയ്യിൽ ജലമെടുത്ത് നദിയിലേക്ക് സൂര്യഭഗവാനെ വിചാരിച്ചെങ്ങനെ ഒഴിക്കും, അതാത് ഭഗവാന്മാരെ വിചാരിച്ച് ഒഴിക്കും, അതിന് അർഘ്യം എന്ന് പറയും. അപ്പോൾ സന്ധ്യാവന്ദന സമയത്ത് ഈ നദിയിലേക്ക് ഈ വെള്ളം ജപിച്ചിങ്ങനെ ഒഴുകുന്ന സമയത്ത് ഗരുഡൻ ഈ നദിയുടെ മേലെ കൂടെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പം നദിയിലെ മത്സ്യങ്ങൾ മേൽപോട്ടും കീഴ്പോട്ടും എല്ലാം ചാടി കളിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് ഗരുഡൻ എന്ത് ചെയ്തു, പറന്ന് ആ നദിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു മത്സ്യത്തിനെ കൊത്തിയെടുത്തുകൊണ്ട് മേലോട്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ പറഞ്ഞാൽ മേലെ കൂടെ പറന്ന് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ മത്സ്യത്തിൻ്റെ ശരീരത്തിലുള്ള ജലം ഇദ്ദേഹം കയ്യിൽ പിടിച്ചിരിക്കുന്ന ജലത്തിൽ ഒരു 5-6 തുള്ളി വീണു. അപ്പം അത് അശുദ്ധമായി. അങ്ങനെയൊക്കെയാണല്ലോ നോക്കുക. അശുദ്ധമായ സമയത്ത് സൗരഭി മഹർഷി മേൽപോട്ട് നോക്കിയ സമയത്ത് ഗരുഡൻ പറന്നുപോയി. അദ്ദേഹത്തിന് ഗരുഡനെ കാണാൻ കഴിഞ്ഞില്ല, ജലം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഗരുഡൻ, അപ്പോൾ അദ്ദേഹം ശപിച്ചു, എന്നെ അശുദ്ധമാക്കിയ ഈ കർമ്മം ചെയ്തത് ആരാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും ഈ പ്രദേശത്ത് ഇനി വന്നാൽ അവൻ്റെ തല പൊട്ടി ഛിന്നമാകും എന്നൊരു ശാപം നൽകി. അതുകൊണ്ട് ഗരുഡൻ അവിടെ വരില്ല. അതുകൊണ്ട് കാളിയൻ അവിടെ അഭയം പ്രാപിച്ചു. ഇനി ഗരുഡൻ ഇവിടെ വരില്ല, നമ്മളത് ഉപദ്രവിക്കില്ല പറഞ്ഞ അവിടുന്ന്. ഇനി ഞാൻ പറഞ്ഞു, ഒരു വൃക്ഷം മാത്രം അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പിന്നീട് വരുന്ന കഥയിലാണ് കേട്ടോ. അതായത് കാളിയൻ വന്ന ശേഷമാണ്, വരുന്നതിന് മുമ്പാണ്. അപ്പം ഈ കാളിയൻ്റെ ഈ നദിയിലുള്ള ദംശനം കൊണ്ട്, കാളിയൻ്റെ വിഷം കൊണ്ട് നദീജലം മുഴുവൻ നീല നിറമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വിഷം കൊണ്ട്, കാർക്കുടക വിഷം കൊണ്ട് ആ പ്രദേശത്തുള്ള മരങ്ങളും ചെടികളും എല്ലാം കരിഞ്ഞ് നാശമായി. ഒരു ചെടി മാത്രം, ഒരു വൃക്ഷം മാത്രം, അതിൻ്റെ അടിഭാഗം മാത്രം ഈ വിഷം പിടിച്ചു, മേൽഭാഗം അങ്ങനെ പച്ച പിടിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ കദ്രുവും വിനീതയും ശത്രുക്കളാണ്. അപ്പോൾ വിനീത കദ്രുവിൻ്റെ അടിമയായിരുന്നു. ഒരു പന്തയത്തിൻ്റെ പേരിലാണ്. ആ പന്തയമൊക്കെ ഞാൻ മഹാഭാരതത്ത് പറഞ്ഞിട്ടുണ്ട്, അത് വിസ്തരിക്കുന്നില്ല, അവിടെ ആവശ്യമുള്ളവരത് നോക്കി അറിയാം. ആ പന്തയത്തിൽ കദ്രു ജയിച്ചു, വിനീത തോറ്റു. അപ്പോൾ പന്തയത്തിൻ്റെ ഉടമ്പടി എന്തായിരുന്നു വെച്ചാൽ, തോറ്റവർ ജയിച്ചവർക്ക് അടിമയാകണം എന്നായിരുന്നു. അതനുസരിച്ച് കദ്രുവിൻ്റെ അടിമയായി വിനിത, അതായത് ഗരുഡൻ്റെ അമ്മ. അപ്പം അന്ന് മുതൽക്ക് ഗരുഡന് ഇവരുടെ പേരിലുള്ള ശത്രുതയുണ്ട്.
അപ്പം ഇതിനെന്താ മോചനം എന്ന് ചോദിച്ച സമയത്ത് രമണ ദേവിൽ ഒന്ന് ഇവരോടൊക്കെ ചോദിച്ച സമയത്ത് അവരെന്ത് പറഞ്ഞു ചോദിച്ചാൽ, ഞങ്ങൾക്ക് അമൃത് കൊണ്ട് തന്നാൽ നിന്റെ അമ്മയെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഈ അമൃത് എവിടെയായിട്ട് ദേവേന്ദ്രൻ്റെ അവിടെയായിരിക്കുന്നത്. ഉടനെ അവിടെ ചെന്നു, ദേവേന്ദ്രനായി യുദ്ധം ചെയ്തു. അമൃത് കലശമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് 2-3 തുള്ളി അമൃത് ഈ സ്ഥലത്തെത്തിയ സമയത്ത് വീണു. അത് എവിടെയാണ്? ഈ പറഞ്ഞ വൃക്ഷത്തിൻ്റെ മുകളിൽ വീണു. അതിൻ്റെ ഫലമായിട്ടാണ് ആ വൃക്ഷത്തിൻ്റെ മുൾഭാഗം മാത്രം കരിയാതെ അടിഭാഗം കരിഞ്ഞുകൊണ്ട് നിൽക്കും. അതാണ് ആ മരം അങ്ങനെ നിൽക്കാൻ കാരണം. ഈ ഒരു അവിടെ ഗരുഡൻ വരില്ല എന്ന ധൈര്യത്തോടു കൂടിയാണ് കാളിയൻ അവിടെ താമസിക്കുന്നത്. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരന്മാരും എല്ലാവരും ഈ കാളിന്ദി നദിയിൽ തന്നെ വന്ന് അഭയം പ്രാപിച്ചു. അതാണ് കാളിയൻ്റെ പൂർവ കഥ. അവരാദ്യം രമണദ്വീപിലായിരുന്നു. അവിടുന്ന് കാലക്രമേണ ഇവിടേക്ക് വന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഈ കാളിയമർദ്ദനം മഹാവിഷ്ണു നടത്തുന്നത്. ഇനി നമുക്ക് പിന്നീട് പറയാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.